അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 9ാമത്തെ പാഠം തഫ്ഖീമുൽ ലാം. ലാമിനെ തഫ്ഖീം ചെയ്യുക. ലാമിനെ തഫ്ഖീം നമ്മൾ പറഞ്ഞതാണല്ലോ, വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുക. അപ്പോൾ ആ രീതിയിൽ ലാമിനെ ഉച്ചരിക്കും. അത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ അലിഫ്, വാവ്, റാ, ലാം എന്നിവയെ ചിലപ്പോൾ തഫ്ഖീം ചെയ്യേണ്ടതായി വരും. അതായത് ഈ അലിഫ്, വാവ്, റാ, ലാം ഈ അക്ഷരങ്ങളെ ചില സമയത്ത് എന്ത് ചെയ്യും? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? തഫ്ഖീം കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാവും. ഇസ്തിഅലാഇൻ്റെ എല്ലാ അക്ഷരങ്ങളും പിന്നെ തഫ്ഖീമായിട്ട് ഉച്ചരിക്കേണ്ടത് പറഞ്ഞു. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളല്ലാത്ത 22 അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പാഠത്തിൽ. അപ്പോൾ ആ ഇസ്തിഫാലിൻ്റെ അക്ഷരത്തിൽപ്പെട്ട അലിഫ്, വാവ്, റാ, ലാം ഇവയെ ചില സമയങ്ങളിൽ എങ്ങനെ ഓതണം? തഫ്ഖീം ചെയ്തിട്ട് ഓതണം. അതിൽ ലാമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹു എന്ന് പറഞ്ഞത്, അല്ലാഹു എന്നല്ല പറഞ്ഞത്, അള്ളാഹ്. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിച്ചു. അല്ലാഹു എന്നല്ല നമ്മൾ പറഞ്ഞത്. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയുള്ളത് തഫ്ഖീമുള്ള ലാ ആകുന്നു. തഫ്ഖീമുള്ള ലാമാണ് എവിടെ ഉള്ളത്? അള്ളാഹു എന്നുള്ളതിൽ. അതിനാൽ ലാമിൻ്റെ മഖറജിൽ നിന്ന് തന്നെ തഫ്ഖീം ആയാണ് അള്ളാഹു ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ലാമിൻ്റെ മഖറജിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ലാമിൻ്റെ മഖറജ് നമുക്കറിയാം, നാവിൻ്റെ തലയുടെ അരികും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണെന്ന് നമ്മൾ 5ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാവിൻ്റെ തലയുടെ അരികും മേലെ മുൻപല്ലിൻ്റെ ഊനും അവിടെ തട്ടിയിട്ടാണ് ലാമ് പോരുന്നത്. അപ്പോൾ അവിടെ തന്നെ തട്ടിയിട്ടാണ് ഏതും പോരേണ്ടത്? അള്ളാ എന്ന് പറയുന്ന സമയത്തും നമ്മുടെ നാവ് അവിടെ തന്നെയാണ് തട്ടേണ്ടത്. ചില ആളുകൾ അള്ളാ എന്ന ഇസ്മ, ജലാലത്തിൻ്റെ ഇസ്മ പറയുന്ന സമയത്ത് നാവ് പുറത്തേക്ക് വന്നതായിട്ട് കാണാം. അതല്ലെങ്കിൽ നാവിൻ്റെ തലഭാഗം കാണാം, മേലെ മുൻപല്ലിൻ്റെ തലഭാഗത്ത് തട്ടിയതൊക്കെ ആയിട്ട് കാണാം. അങ്ങനെയൊന്നുമല്ല ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകും, ലോ ഒക്കെ ആയിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാ എന്ന ജലാലത്തിൻ്റെ ഇസ്മ ഉച്ചരിക്കുന്ന സമയത്ത് ലാമിൻ്റെ മഖറജിൽ നിന്ന് തഫ്ഖീമോട് കൂടെയാണ് ഉച്ചരിക്കേണ്ടത്. ഒരിക്കലും നാവിൻ്റെ തല മുൻപല്ലിന്മേൽ മേലെ മുൻപല്ലിൻ്റെ തലയിൽ തട്ടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാക്കി, അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്ഹ ലൊമ്മ ആയാലാണ് തഫ്ഖീം ചെയ്യേണ്ടത്. കണ്ടാ, എപ്പോഴാണ് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തഫ്ഖീം ചെയ്യേണ്ടത്? അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്ഹ ലൊമ്മ ആണെങ്കിൽ. അപ്പോൾ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പ് ഫത്ഹ ലൊമ്മ ആണെങ്കിൽ എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. കെസ്റാണെങ്കിൽ തർക്കീഖായാണ് ഉച്ചരിക്കേണ്ടത്. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാണോ എന്ന് അവിടെ തർക്കീഖായിട്ടും ഉച്ചരിക്കണം. ഉദാഹരണം നോക്കാം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഇന്നല്ലാഹ തഫ്ഖീം ചെയ്തു. കാരണം എന്താ? അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്ഹാണ്. ഇനി അടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ ലൊമ്മ ആയതുകൊണ്ട് അവിടെ നമ്മൾ എങ്ങനെ ഓതി? തഫ്ഖീം ചെയ്തുകൊണ്ട് പാരായണം ചെയ്തു. ഇനി അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ബിസ്മി, അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പുള്ള അക്ഷരം മീം, അതിന് കെസറായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ ഓതണം? തർക്കീഖ് ചെയ്ത് ഓതണം. അതെങ്ങനെ? ബിസ്മില്ലാഹി ആ രൂപത്തിലാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മ, അള്ളാഹു എന്ന ആ ഇസ്മിൻ്റെ മുമ്പ് ഫത്ഹോ ലൊമ്മ ആണെങ്കിൽ, ഇവിടെ കണ്ടില്ലേ, അള്ളാഹ് എന്ന ഈ ഇസ്മിൻ്റെ മുമ്പ് ഫത്ഹോ അല്ലെങ്കിൽ ലൊമ്മ ആണെങ്കിൽ, ഫത്ഹോ ലൊമ്മ ആണെങ്കിൽ നമ്മൾ തഫ്ഖീം ചെയ്ത് ഓതണം, അള്ളാഹ് എന്ന് പറയണം. നേരെ മറിച്ച് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണെങ്കിൽ, ഇവിടെ ബിസ്മി പറഞ്ഞതുപോലെ മീമിന് കെസറാണ്, അങ്ങനെ കെസറാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ ഓതണം? തർക്കീഖ് ചെയ്ത് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ രീതിയിൽ എന്ത് ചെയ്യണം? ഓതണം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ബൈത്തൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫത്ഹോ ദമ്മോ വന്നാല് പറയുക നൂറല്ലാഹി റസൂലുള്ളാഹി ഇലല്ലാഹ് എന്നാല്. കസ്റാണി വിധം അല്ലാഹ് എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ്
നൂരില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ്. ഇനി തദ്രീബാത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ലാമുൽ ജലാലയെ തഫ്ഖീം ചെയ്യുന്നത് എപ്പോൾ? ആൻസർ, ലാമുൽ ജലാലയുടെ മുമ്പ് ഫത്ഹോ ലമ്മോ വന്നാൽ. 2, ലാമിൻ്റെ മഖ്റജ് ഏത്? ആൻസർ, നാവിൻ്റെ തലയുടെ അരികും മേലെ മുൻപല്ലിൻ്റെ ഊനും. അടുത്ത മൂന്നാമത്തെ, ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ ചിലപ്പോൾ തഫ്ഖീം ചെയ്യേണ്ടവ ഏവ? ആൻസർ, അലിഫ്, വാവ്, റാ, ലാം. 4, അള്ളാഹു എന്നതിൽ എത്ര ലാമുകളുണ്ട്? ആൻസർ, 2 ലാമുകൾ. 5, ജലാലത്തിൻ്റെ ഇസ്മിനെ ലാമിനെ തെർക്കീക്ക് ആക്കിയതിന് 4 ഉദാഹരണം എഴുതുക. ആൻസർ, നൂരില്ല, റസൂലില്ല, വലില്ലാഹിൽ ഹംദുലില്ല. ഖുർആനിൽ നോക്കിയാൽ ഒരുപാട് കാണാം. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ കെസിറാണോ അവിടെ എങ്ങനെ ആയാലും തെർക്കീക്കായിട്ടാണ് ഓതുക. അപ്പോൾ അവിടെ നിന്ന് വേറെയും ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഇനി അടുത്തത് രണ്ടാമത്തെ, നക്തശിവ് മവാദിയ തഫ്ഖീം ഇസ്മിൽ ജലാല വ തർക്കീഖിഹി മിൻ സൂറത്തിൽ മുജാദല. സൂറത്തുൽ മുജാദല നോക്കിയിട്ട് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീഖാക്കി എത്ര സന്ദർഭങ്ങളുണ്ട്, തഫ്ഖീമാക്കി എത്ര സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കാനാണ്. അപ്പോൾ തർക്കീഖാക്കിയ സന്ദർഭങ്ങൾ 8 ഉണ്ട്. തഫ്ഖീമായിട്ട് ഓതിയ ഭാഗങ്ങൾ 33 ഉണ്ട്. ഇനി മൂന്നാമത്തെ, തഖ്സീസ് നഖ്റ സൂറത്തുൽ ഹിജ്ർ മാ മുറാത്ത് ഇസ്മിൽ ജലാല. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ തർക്കീക്കും തഫ്ഖീമുമാക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കി പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക. അടുത്തത് ഹിഫ്ളാക്കാനുള്ളത് സൂറത്ത് യാസീനിലെ 26-ാമത്തെ ആയത്ത് മുതൽ 29-ാമത്തെ ആയത്ത് വരെ ഹിഫ്ളാക്കുകയും ചെയ്യുക. ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.